ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. ഒരുപാട് കാലമായില്ലേ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തിട്ട്. ഈ ഒരു ആലിയ കട്ട് കുർത്തി എങ്ങനെയുണ്ട്? എൻ്റെ സ്വന്തം ബ്രാൻഡായ ഹൈബിസ്കസിലുള്ളതാണ് കേട്ടോ. നമ്മുടെ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പം നല്ല ഹാൻഡ് വർക്കൊക്കെ വരുന്നൊരു കുർത്തിയാണ്. അപ്പം നമുക്ക് റെഡി ആവാം. ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ലെങ്ത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിത് എത്രമാത്രം യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഏതാ ബ്രാൻഡ് എന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല, കാരണം അതിൽ അതൊക്കെ മഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഒന്നും ഐബ്രോസ് അങ്ങനെ ഫില്ല് ചെയ്യലായിരുന്നു കേട്ടോ. പിന്നെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് തുടങ്ങി. അപ്പോൾ എനിക്ക് നല്ല ചേഞ്ച് മനസ്സിലായിട്ടുണ്ട് എൻ്റെ ഒരു ഓവറോൾ ലുക്കിൽ. ഇനി നമുക്ക് കണ്ണ് എഴുതി കൊടുക്കാം. ഞാൻ മേലെ മാത്രമാണ് ഇപ്പം കുറേ കാലമായിട്ട് എഴുതുന്നത്. അല്ലെങ്കിൽ താഴെ എനിക്ക് എഴുതിയിട്ടില്ലെങ്കിൽ എന്തോ പോലെ ആയിരിക്കും, ഞാനെന്തോ കരഞ്ഞ പോലെയോ ഭയങ്കര ടയേർഡായിട്ടുള്ള പോലെയൊക്കെ ആയിരിക്കും. പിന്നെ ഒരു ടൈം ആയപ്പോൾ ഞാൻ താഴെ എഴുതുന്നത് നിർത്തി. ഇപ്പം താഴെ എഴുതുമ്പോൾ എന്തോ ഒരു ഓവറായിട്ട് എഴുതുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. അതുപോലെ തന്നെ എത്ര വർഷങ്ങളായിട്ട് കണ്ണ് എഴുതുന്നതാണ്, രണ്ട് കണ്ണ് എഴുതുമ്പോഴും ഓരോ ഷേപ്പിലാണ് പോവാറ്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ഞാനിതാ ഫെൻറ്റി ബ്യൂട്ടിയുടെയും മാമാഅർത്തിൻ്റെയും ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഫെൻറ്റിയുടെ റിറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ അതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ അടുത്ത് ഗുരുവായൂർ പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാഗിലിട്ട് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒരുമാതിരി ആയിട്ടുണ്ട്, ആകെ മെസ്സി ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പം അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മാമാഅർത്തിൻ്റെ എനിക്ക് ഓർമ്മയില്ല ഷെയ്ഡ്, ഞാൻ എന്തായാലും ലിങ്ക്സൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആമസോണിൽ നിങ്ങൾക്ക് ഇതൊക്കെ അവൈലബിൾ ആണ്. പ്രൊഡക്റ്റ്സ് ചെക്ക് ചെയ്ത് നോക്കുക. ഫെൻറ്റീൻ്റെ ഉണ്ടാവും എന്നറിയില്ല, എന്നാലും ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം. രണ്ടും കൂടി അപ്ലൈ ചെയ്ത് മിക്സ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഷെയ്ഡ് കിട്ടി കേട്ടോ. ഇങ്ങനെ 2-3 ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് മാച്ചാക്കി റെഡിയാക്കിയാൽ നമുക്ക് നല്ല ഷെയ്ഡ്സൊക്കെ കിട്ടും. അപ്പം കമ്മൽ ഇത് കണ്ട, എനിക്ക് ഔട്ട്ഫിറ്റിൻ്റെ മാച്ചായിട്ടുള്ള കമ്മൽ തന്നെ കിട്ടി. അപ്പം ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാലയൊന്നും ഇടുന്നില്ല, കമ്മൽ തന്നെ മാത്രം മതി. അപ്പം കമ്മലിട്ടു. പിന്നെ ഹെയർ ഞാൻ എങ്ങനെ ചെയ്യാൻ, ഹെയർ എനിക്ക് ഒരു രീതിക്ക് ചെയ്താലും എനിക്ക് ഹെയർ മര്യാദയ്ക്ക് നിൽക്കില്ല. എനിക്ക് അറിയാത്തൊരു കാര്യമാണ് ഹെയർ സ്റ്റൈൽ ചെയ്യാന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ നോക്കുകയാണ് എങ്ങനെ ചെയ്യും. അയച്ചിടാനും പറ്റില്ല, ചൂടെടുക്കും. അപ്പം ഞാൻ വിചാരിച്ചു കെട്ടി വെച്ച് കൊടുക്കാമെന്ന്. എനിക്ക് കെട്ടി വെക്കുന്നതേ ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പം എൻ്റെ ഫേസ് എനിക്കെന്തോ ഇഷ്ടമല്ല. ആ കെട്ടി വെച്ച് കാണുമ്പോൾ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. പക്ഷെ എന്തായാലും പോട്ടെ, ഇപ്പം ഞാൻ അങ്ങനെ കെയർ ചെയ്യാറില്ല. എന്തെങ്കിലും ആവട്ടെ, എനിക്ക് എൻ്റെ കംഫർട്ട് നോക്കിയിട്ടാണ് ഞാനിപ്പം നിൽക്കാറ്. അപ്പം ഞാനിതാ ഹെയർ കെട്ടി വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾ പറയാം, എൻ്റെ ഹെയർ കെട്ടി വെക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഫേസിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, അതോ എനിക്ക് തോന്നുന്നതാണോ? അപ്പോൾ ഹെയർ ഇതാ ജസ്റ്റ് പോണിറ്റെയിൽ ചെയ്തതാണ്. എനിക്ക് കുറേ ബേബി ഹെയർസൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിത് മര്യാദയ്ക്ക് നിൽക്കില്ല. എന്നാലും ഓക്കെ പോട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കി, ഓക്കെ അല്ലേ, ശരിയല്ലേ, കുഴപ്പമില്ലല്ലോ എന്നൊക്കെ നോക്കുകയാണ്. ഇനി നമ്മൾ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ മാല ഇടുന്നില്ല എന്ന് പറഞ്ഞില്ലേ, ഞാൻ വാച്ച് ഇടുന്നുണ്ട്, പിന്നെ ബ്രേസ്ലെറ്റും. ഈ വാച്ച് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഈ അടുത്ത് ഞാൻ വാങ്ങിച്ചാണ്. വാച്ച് കളക്ഷൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഇടാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് പെട്ടെന്ന് തന്നെ ഇടാം. ഇപ്പം വാച്ച് ഇട്ടത് തിരിച്ചായിരുന്നു, അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതാണ് എൻ്റെ ബ്രേസ്ലെറ്റ്. ഇത് എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. എത്ര വർഷമായി, എന്നിട്ടും അതിൻ്റെ കളറൊന്നും പോയിട്ടില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനിതാ പെർഫ്യൂം അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു പെർഫ്യൂം പേഴ്സണേ ആയിരുന്നില്ല, പക്ഷെ ഇപ്പം അടുത്തായിട്ട് ഞാൻ പെർഫ്യൂംസ് യൂസ് ആക്കാറുണ്ട്. അപ്പം അത് നന്നായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതാ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ നേരത്തെ എൻ്റെ ഫേസിൽ പൊട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച് പൊട്ടിൻ്റെ കളർ മാറ്റാം, മറ്റേത് കറുപ്പായിരുന്നു. അപ്പോൾ ഇതേ ഔട്ട്ഫിറ്റിൻ്റെ കളറിൽ ഒരു പൊട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് നോക്കി, പക്ഷെ അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. എനിക്ക് കറുപ്പ് പൊട്ട് തന്നെയാണ് ചേരുന്നതെന്നാണ് തോന്നിയത്. അപ്പോൾ ഞാൻ പിന്നും ബ്ലാക്കിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഇറങ്ങുകയാണ്, സിനിമയ്ക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ലോക്കി ഇവിടെ വന്നിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ വടകരയാണ് പോകുന്നത്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ പേരാമ്പ്രയിലൊരു തിയേറ്ററിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് വടകര പോകാമെന്ന് വിചാരിച്ചു. അപ്പം കീർത്തി മുദ്രയിലാണ് വന്നത്. സിനിമ ഏതാന്ന് പറഞ്ഞില്ലല്ലോ, ഡൊമിനിക്കാണ് കാണാൻ പോയത്. എനിക്കത്ര ഇഷ്ടമായില്ല സിനിമ. അപ്പോൾ സിനിമയൊക്കെ കണ്ടിട്ടതാ നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.